ദൈവസന്നിധിയിലായ സമാധാനത്തെക്കുറിച്ച് അവരുടെ പിതാവിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ അവർക്ക് ചിലതൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറയുവാൻ കാണും. അതെല്ലാം ഇന്ന് പകൽക്കാലം ഈ ദിവസങ്ങളിൽ 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമക്കളെ, മരിച്ചു കഴിയുമ്പോൾ മരിച്ച വ്യക്തിയെക്കുറിച്ച് പലരും പെരുപ്പിച്ച് പറയാറുണ്ട്. എന്നാൽ ഞങ്ങളുടെ പ്രിയ സഹോദരൻ സാബുവിനെക്കുറിച്ച് ഇവിടെ കേട്ടത് ഒട്ടും അതിശോക്തിയുള്ള കാര്യമല്ല. ദൈവം കൊടുത്തൊരു കൃപയ്ക്കനുസരിച്ചായിരുന്ന സ്ഥാനത്തും ദൈവസഭയ്ക്കും ഭവനത്തിനും അതിലുപരി അവൻ്റെ കുടുംബത്തിലും വളരെ സ്നേഹത്തോടെ, ഇനി ഒരു വാക്യോടെ ഞാൻ പറയട്ടെ, ഇനി നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് അവൻ്റെ സ്നേഹമുള്ള ആ ചിരി കാണുവാൻ കഴിയത്തില്ല. അവൻ്റെ സ്നേഹമുള്ള സംസാരം കേൾക്കുവാൻ കഴിയില്ല. ചില സമയത്ത് വിഷയങ്ങൾ വന്ന് ഗർജിക്കുന്ന അവൻ മുഖം കാണുവാൻ കഴിയത്തില്ല. എന്നാൽ ഈ ഭൂമിയിലുള്ള എല്ലാ വേദനകളെയും അപ്പുറമായിട്ട് ദൈവമക്കൾക്കൊരു പ്രത്യാശയുള്ളത് കഴിഞ്ഞ സമയങ്ങളൊക്കെ ദൈവദാസന്മാർ പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു മുൻപേ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ സ്തോത്രം. ഇനിയും ക്രിസ്തുവിൽ മരിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ഒരു ജീവനുള്ള പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് ആ ജീവനുള്ള പ്രത്യാശയെ ഈ സമയം ഞാൻ അറിയിക്കുകയും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള വാക്കുകൊണ്ട് പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഈ സമയത്ത് ഗേളിയുടെ കുടുംബത്തിൽ നിന്ന് പ്രതിനിധീകരിച്ച ഒരു കർത്താവിൻ്റെ ദാസനോട് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് അദ്ദേഹം ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ സമയമെടുക്കും. കർത്താവിന് മഹത്വം. ഞാൻ ഗേളിയുടെ ഭവനത്തോടുള്ള ബന്ധത്തിലാണ് വന്നതെങ്കിലും 21 വർഷം മുമ്പ് ഒരു വിവാഹത്തിന് മുമ്പ് ആദ്യമായിട്ട് ഒരു സഹോദരൻ എന്ന നിലയിൽ ഈ ഭവനത്തിലേക്ക് ആ മാതാവും പിതാവും എന്നെയാണ് അയച്ചത്. എന്നാൽ സാബുവിൻ്റെ യാത്ര പോകുന്നതിൻ്റെ തലേ ദിവസം അവസാനം പ്രാർത്ഥിച്ചയക്കാൻ എന്നെയാണ് ദൈവം എറണാകുളത്താക്കിയത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. താനൊരു ചികിത്സയ്ക്കായി കടന്നു വന്നു. 3 വർഷം മുമ്പ് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. 6 ബ്ലോക്ക് ബൈപ്പാസ് സർജറിക്ക് ഡേറ്റ് തന്നപ്പോൾ അമൃത ഹോസ്പിറ്റലുകാർ എനിക്ക് ബൈപ്പാസിന് ഡേറ്റ് തന്നു. സ്വർഗത്തിൽ ദൈവം സംസാരിച്ചു, മനുഷ്യന് വിടുവിപ്പാൻ ഒരു വഴിയേ ഉള്ളൂ, ദൈവത്തിന് വിടുവിപ്പാൻ പല വഴിയുണ്ടെന്ന്. എന്നാൽ വിശ്വാസത്താൽ ഞാൻ കടന്നുപോയി ചികിത്സിച്ച ഒരു വൈദ്യൻ്റെ അടുക്കൽ പച്ചമരുന്ന് കഴിച്ച് എനിക്ക് 3 വർഷമായി കർത്താവ് സൗഖ്യം തന്നു. ആ സാക്ഷ്യം കേട്ടതുകൊണ്ട് വിശേഷാൽ സാബു ഒരു തീരുമാനമെടുത്തു, ഓപ്പറേഷൻ കൂടാതെ എനിക്ക് കർത്താവ് സൗഖ്യം തരും, ഇല്ലെങ്കിൽ ആ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുമ്പോഴായിരിക്കും എൻ്റെ അന്ത്യം. അത് സാബുവിന് ഉറപ്പായിരുന്നു. എന്നാൽ കൃപയാൽ സാബുവിന് അങ്ങനെ ഒരു ഓപ്പറേഷൻ കൂടാതെ കൊച്ചമ്മയുടെ ഭവനത്തിൽ, വിശേഷ സാബുവിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭവനത്തിലാണ് സാബു ഒരാഴ്ച ആയിരുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ ചൊവ്വാഴ്ച ഞാനും സാബുവും ഒന്നിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, ഞങ്ങൾ നാട്ടിൽ വന്നാൽ ഗേളിക്കും മക്കൾക്കും താമസിക്കാൻ നാട്ടിലൊരു ഭവനമില്ല, എവിടെയെങ്കിലും ഒരു ഭവനം വേണം. അതിന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഞാനും സാബുവും ഗേളിയും കുഞ്ഞുങ്ങളും ആരുമായിട്ടോ 1-2 ഭവനങ്ങൾ കാണാൻ കടന്നുപോയി. എന്നാൽ തൻ്റെ ഭവനം നിത്യഭവനമായിരുന്നു എന്നുള്ളത് ഈ ചൊവ്വാഴ്ച ഇവിടെ ഇരിക്കുന്ന ഏവർക്കും അറിയാൻ കഴിയും. മനുഷ്യർ കരുതുന്നത് പോലെയല്ല ദൈവം കരുതാൻ. ഇപ്പോൾ നിൽക്കുന്നത് തൻ്റെ ഭവനത്തെ പ്രതിനിധീകരിച്ചാണ്. 1 മാസം മുമ്പ് ഗേളിയുടെ പിതാവ് ദൈവത്തിൽ ചേർക്കപ്പെട്ടു. ചില വർഷങ്ങൾക്ക് 10 വർഷം മുമ്പ് ഗേളുടെ മാതാവ് ചേർക്കപ്പെട്ടു. ഗേളുടെ ഭവനത്തിൽ 6 സഹോദരിമാരാണ്. എൻ്റെ ഭവനത്തിൽ ഞങ്ങൾ അയൽവാസികളായി ഞങ്ങൾ 5 സഹോദരിമാർ. ഇങ്ങനെ 11 സഹോദരിമാരുടെ അപ്പൻ എന്ന നിലയിലായിരുന്നു ഗേളിയുടെ പിതാവ് ഞങ്ങൾക്ക്. ആ പിതാവാണ് കഴിഞ്ഞ മാസം ദൈവത്തിൽ ചേർക്കപ്പെട്ടത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സോറി അച്ചായ. എങ്കിലും ഇന്ന് കടന്നു വന്ന എല്ലാവരോടും പറയാനുള്ളത്, ഒരു നാൾ നശ്വര ലോകം വിടും, നേടിയതെന്തെന്ന് അന്നറിയാൻ കഴിയും. അവസാന ദിവസം ഞാൻ ചിന്തിക്കുന്നു, വിശ്വസിക്കുന്നു, അദ്ദേഹം പ്രാർത്ഥിച്ച് പോകുമ്പോൾ അവസാനം ദൈവദാസന്മാരെന്ന നിലയിൽ ദൈവത്തിന് വേണ്ടി അർപ്പിച്ച സ്തോത്ര കാഴ്ച എളിയവൻ്റെ കയ്യിലാണ് തന്നിട്ട് താൻ കടന്നു പോയതാണ്. ദൈവത്തിന് മഹത്വം. ഞാൻ പറയട്ടെ, ഒത്തിരി കാര്യങ്ങൾ ഓർമ്മ വരുന്നെങ്കിൽ നിർത്തുന്നു. പ്രിയ ജനത്തെ അനുഗ്രഹിക്കട്ടെ, കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഗേളിയുടെ സഹോദരിമാർ 5 പേരുണ്ട്. അതിലൊരു സഹോദരിയുടെ ഭർത്താവ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലായിരുന്നപ്പോൾ ദൈവത്തിൽ ചേർക്കപ്പെട്ടു. ബാക്കി 5 സഹോദരിമാരുടെ ഇടയിൽ പ്രത്യേകിച്ച് ഗേളി 3ാമത്തതാണ്. മൂത്ത 2 സഹോദരിമാരുടെ കുടുംബങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ, ഇളയ 3 സഹോദരിമാർ, അവരുടെയൊക്കെ ഒരു പിതാവ്, ഒരു മൂത്ത സഹോദരനാണ് ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ഒരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾക്കാണ് നഷ്ടം സംഭവിച്ചത്. ശതാധിപനെക്കുറിച്ച് ദൈവജനം പറയുന്നൊരു വാക്കിങ്ങനെയുണ്ട്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, അവൻ ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു, അതുകൊണ്ട് നീ ഇത് ചെയ്തു കൊടുപ്പാൻ ഇവൻ യോഗ്യൻ. താൻ കഴിഞ്ഞ കാലങ്ങളിൽ
ദൈവജനത്തെ സ്നേഹിച്ചു. ദൈവത്തെ മാത്രമല്ല, ദൈവജനത്തെ സ്നേഹിച്ചത് ഓർത്ത ഗേളിയെയും കുഞ്ഞുങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. എനിക്കും 2 സഹോദരന്മാർ നല്ല പ്രായത്തിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ അമ്മ എൻ്റെ ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ടു. എൻ്റെ അപ്പൻ ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ടെങ്കിലും ഈ ഭവനത്തിൽ ദുഃഖത്തോടുകൂടെ ഞാനും ദുഃഖം പങ്കിടുന്നു. നിങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അവസരം തന്ന ദൈവമക്കളുടെ നന്ദി. അതുപോലെ നിങ്ങളുടെ സഹോദരിമാർ ജോളി, ഗേളുടെ സഹോദരി ഡോളി, മേരിക്കുട്ടി, ഷീജ, ഷീബ കുവൈറ്റിലുണ്ട്. അവരുടെ എല്ലാ കുടുംബത്തിൻ്റെയും പ്രത്യാശ ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവം സഹായിക്കും. താങ്ക് യു. മൂന്ന് പേരെ യാത്ര അയച്ചിട്ട് 4-മത്തെ ആളിനെ യാത്ര അയക്കുവാൻ ഇവിടെ ഇരിക്കുന്ന 83 വയസ്സുള്ള എൻ്റെ പിതാവിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എനിക്കറിയാം. ഞാൻ പറയുന്നതിലും ധൈര്യമായി ദൈവസന്നിധിയിൽ നടത്തിയ വിധങ്ങളെക്കുറിച്ച് പറയുവാൻ ശക്തനാണ്. ദൈവശക്തി കൊടുത്തിട്ടുണ്ട് എന്നെനിക്ക് നന്നായി അറിയാം. എന്നാൽ നിങ്ങൾ ആ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് കേൾക്കണമോ? കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് അമേരിക്കയിൽ ഉള്ളതായ ഒരു പ്രയർ ലൈനിൽ 100 കണക്കിന് ആൾക്കാരിരുന്നു കൊണ്ട് 3 മണിക്കൂർ 7 മണിക്ക് തുടങ്ങിയതായ ഇതുപോലെ ഒരു സഭസംസ്കാര ശുശ്രൂഷ അല്ലെങ്കിലും ഒരു ആശ്വാസത്തിൻ്റെ ഒരു സംഗമം അവസാനിച്ചത് പിടിച്ചു നിർത്തി 3.5 മണിക്കൂർ നിർത്തുകയായിരുന്നു. ഇതൊന്നും എന്നോടുള്ള എൻ്റെ പേരിൽ ആ പിതാവിനെ അറിയപ്പെട്ടതെങ്കിലും ഈ 24 മണിക്കൂറും ദൈവജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന എൻ്റെ പിതാവിനെ ആരും മറക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ കണ്ടു, ചിലരൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്ന പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവജനം അതിന് നിങ്ങളുടെ സമയം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ചില വാക്കുകൾ ഗേളി ഇപ്പോൾ അവൾക്ക് പറയുവാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ ജീവിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങളുടെ ഭാരങ്ങളൊക്കെയും കർത്താവിൽ അർപ്പിച്ച് ജീവിതം ഷെയർ ചെയ്യുവാനും കഴിഞ്ഞ 21 വർഷക്കാലം ഒരുമിച്ച് ജീവിക്കുവാനും കർത്താവ് ഭാഗ്യം തന്നു. സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല. എന്നാൽ എനിക്ക് പറയുവാൻ കഴിയും, 100 വർഷത്തിലേറെ ലഭിക്കുന്നതിലധികം സ്നേഹം ഇത്രത്തോളം വർഷങ്ങൾ കൊണ്ട് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുവാൻ തക്കൊണ്ട് ദൈവം ഇടയാക്കി തീർത്തു. കഴിഞ്ഞ 2 ആഴ്ചക്കാലം ഞങ്ങൾ നാട്ടിലായിരുന്ന സമയത്ത് ഓഫീസിൻ്റെ തിരക്കില്ലാതെ, കമ്മിറ്റിയുടെ തിരക്കില്ലാതെ അല്പസമയങ്ങളൊക്കെയും കൂടെ ആയിരിക്കാനും കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനും ഇടയായി തീർന്നു. ഇപ്രകാരം ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും ചില കാര്യങ്ങളൊക്കെ തിരക്കോട് ചെയ്യുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു. എൻ്റെ കൊച്ചുകുഞ്ഞിനെ മസ്കറ്റിലാക്കിയിട്ടാണ് ഞാൻ കടന്നു വന്നത്. അത് വളരെ വേദനയോടെ ദിവസങ്ങൾ പല പ്രാവശ്യം പറയുന്നത് കണ്ടു. ക്ലാസ് പോയാലും വേണ്ടില്ല, അവനിങ്ങ് കൊണ്ടുവന്നാൽ മതിയായിരുന്നുവെന്ന്. അതെനിക്ക് അകത്തൊരു വേദനയായിട്ട് തോന്നുന്നു. തൻ്റെ പ്രാർത്ഥനയുടെ ചില വാക്കുകൾ, പലപ്പോഴും പറഞ്ഞ ചില വാക്കുകൾ എന്തോ ഒരു ഹിൻ്റായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയമായതിനാൽ ഞാൻ ഒന്നിനാലും ഭാരപ്പെടുന്നില്ല. ഈ കുഞ്ഞിനെ കൊണ്ടുവരാത്തതിൽ വിഷമിക്കുന്നത്, അച്ഛൻ പ്രയാസപ്പെടുന്നത് കണ്ടതും അവസാനത്തെ നിമിഷങ്ങൾ വേദനയോടെ ആ മുഖത്തെ ഭാവം മാറുന്നത് കണ്ടതും മാത്രമേ എനിക്ക് സഹിക്കാതെ ഉള്ളൂ. വീടില്ലാത്തതിൽ എനിക്ക് ഭാരമില്ല. ചിലപ്പോഴെങ്കിലും പലരോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പൊക്കത്തിൽ ഞങ്ങൾക്കൊരു വീടുണ്ടെന്ന്. എനിക്കതിനെക്കുറിച്ചൊന്നും എൻ്റെ ഒരു വിഷയമേ അല്ലത്. ദൈവം അതൊക്കെയും തക്ക സമയത്ത് നടത്തിക്കൊള്ളും. അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ ഒരു തർക്കവും കൂടാതെ അവർക്ക് പേരിട്ടതൊക്കെയും അച്ഛൻ തന്നെയാണ്. അതൊക്കെയും വലിയ ദൈവത്തിൻ്റെ നിയോഗമായി ഞാൻ കരുതുന്നു. വചനം പറയുന്നത് പോലെ അവരെ വളർത്തിയെടുക്കുവാൻ, അച്ഛൻ കാണിച്ചതായ സ്നേഹത്തിലും മാതൃകയിലും അന്ത്യത്തോളം ജീവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന സമയങ്ങൾ വരെയും
ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ അടിയനെയും കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓപ്പറേഷൻ വേണ്ട എന്നൊരു തീരുമാനമെടുത്തപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നിൻ്റെ മെഡിക്കൽ അറിവ് കൊണ്ട് നീ ചെയ്യുന്നെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛയുടെ താല്പര്യത്തോട് ഞാൻ യോജിച്ചു. 30% മാത്രം ബാലൻസ് കിട്ടുമെന്ന് പറഞ്ഞു. മേളി മുതൽ താഴെ വരെ കീറി മുറിച്ചിട്ട് 30% ബാക്കി തരുമെന്ന് പറയുന്ന മെഡിക്കൽ സയൻസിനോട് വചനം ഇത്രയും പൂർണ്ണതയോടെ കയ്യിലുള്ളപ്പോൾ എങ്ങനെ യോജിക്കുവാൻ കഴിയുമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ എനിക്കൊന്നും പറയുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് മഹത്വം. ആ വചനത്തിൻ്റെ പ്രത്യാശയിൽ ഉറയ്ക്കുവാൻ ഏത് സമയത്തായാലും കടന്നു പോകണമല്ലോ എന്ന് പലപ്പോഴും പറയുന്നത് കേട്ട് ദൈവത്തിൽ ആശ്വസിക്കുവാൻ തൊണ്ടും ഇടയായി തീർന്നിട്ടുണ്ട്. പല പ്രിയപ്പെട്ടവരും പറഞ്ഞത് ഇത്രത്തോളം സ്നേഹത്തോടെ ഇത്രത്തോളം കരുതലോടെ ജീവിക്കുവാൻ കഴിഞ്ഞൊരു കുടുംബം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ എൻ്റെ അവസ്ഥ അതല്ല. വളരെ സന്തോഷത്തോടെ ജീവിക്കുവാൻ, കുഞ്ഞുങ്ങളെ വളർത്തുവാൻ, ദൈവകൃപയിൽ നിൽപ്പാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവസഭയ്ക്ക് വേണ്ടി വളരെ ഭാരങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ദൈവം വിശ്വസ്തയായി കണക്കിടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിത്യതയിൽ വിശ്രമിക്കുമ്പോൾ ആ വിശ്രമത്തിൻ്റെതായ അനുഭവം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു ആത്മീയ തലത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് ആവശ്യമാണ്. ക്രിസ്ത്യാനികളായി ജീവിക്കുന്നതൊഴിച്ച്, വെറും വിശ്വാസികളായി ജീവിക്കുന്നതൊഴിച്ച് കർത്താവിനോട് കൂടെ ഇരുത്തുവാനാണ് നമ്മളെ അവിടെ കൊണ്ടുപോകുന്നതെങ്കിൽ അതിലേക്ക് ഉയർന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വരേണ്ടത് ആവശ്യമാണ്. കർത്താവിനോട് കൂടെ ഇരുത്തണമെങ്കിൽ അവൻ്റെ സമത്വം നമ്മൾ പ്രാപിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. അതിനായി നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ വിഷമം എൻ്റെ ഉള്ളിലുള്ളപ്പോൾ തന്നെ ദൈവത്തിൽ ആ വിധത്തിൽ വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുവാൻ കഴിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ നിമിഷം മുതൽ ഒരുങ്ങണമെന്ന് ഓർക്കുന്നു. പ്രിയ അപ്പച്ചനെ ഞാൻ ഓർക്കുന്നു. തിരക്കോടെ ഓടുന്ന സമയങ്ങൾ അപ്പച്ചനെ യാത്രയ്ക്കാൻ കടന്നു വന്നതും പെട്ടെന്ന് പപ്പായെ കാണാൻ പോയതും ഇപ്പോൾ ഒരു ബ്രേക്ക് പോലെ നാട്ടിലേക്ക് കടന്നു വന്നതും ഒക്കെ എന്തോ മനസ്സിലൊരു തീരുമാനം ദൈവം നൽകിയിരുന്നെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ ഒരു ഭാരവും കൂടാതെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് കടന്നു പോകാൻ ദൈവം ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടിയനെയും കുഞ്ഞുങ്ങളെയും അവരുടെ വിദ്യാഭ്യാസത്തെയും സകല കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാറ്റിനും ഉപരി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കോണം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്നൊരു പ്രാവശ്യം കൂടെ അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. പപ്പയെക്കുറിച്ച് ഈ ന്യൂസ് ആദ്യമേ കേട്ടപ്പം ഹോസ്പിറ്റലിൽ ഞാൻ കരഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തീരുമാനം എടുത്തായിരുന്നു ഈ ഫ്യൂണറൽ കഴിയുന്നവരെ കരയത്തില്ലെന്ന്. ബട്ട് ഇവിടെ ഫ്രണ്ടിലിരുന്നപ്പോൾ ബിനോയങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എപ്പോഴെങ്കിലും പാസ്റ്റർമാർ വീട്ടിൽ വരുമ്പം പപ്പ ഞങ്ങളെ കൊണ്ടായിരുന്നു പൈസ കൊടുപ്പിക്കുന്നത്. അതെപ്പോഴും പാസ്റ്റർമാരോട് പറയുമായിരുന്നു പപ്പയ്ക്ക് ചെയ്യാനുള്ള ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന്. പപ്പ പലപ്പോഴും പഴയപ്പോഴും ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു എനിക്ക് കൊടുക്കണ്ട. പക്ഷെ പപ്പ വഴക്ക് പറഞ്ഞിട്ടായിരുന്നു എന്നെ കൊണ്ട് കൊടുപ്പിക്കുന്നത്. അതൊക്കെ ഇപ്പം ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ജോൺ വി സാമുവൽ പാസ്റ്റർ പറഞ്ഞ പോലെ പപ്പ ഞങ്ങളെ തല്ലിയും വഴക്ക് പറഞ്ഞിട്ടൊക്കെ ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയായിരുന്നു. എപ്പോഴും ഞങ്ങളെ ഉറക്കെ തല്ലിയും വഴക്ക് പറയുമ്പോഴൊക്കെ കുറച്ച് കഴിയുമ്പോൾ കരഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങളെ തിരിച്ചു വിളിച്ച് ഇങ്ങനെ ചെയ്യലടാ മക്കളെ നല്ലതല്ലെന്ന് പറയുന്നത്. ഒരു മിനിറ്റ് കൂടെ എടുത്തുകൊള്ളട്ടെ. ഈ മോൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അപ്പം ഞാൻ ചർച്ചിൽ പറയട്ടെ അപ്പം നെക്സ്റ്റ് വീക്ക് സാക്ഷി ഇല്ല മോനും അപ്പയും അമ്മയും നാട്ടിൽ നിന്ന് വരുമ്പം അച്ചായും കൂടെ വരുമല്ലോ അപ്പം നമുക്ക് സ്നാനപ്പെടാം അന്നേരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് വന്നു. അത് കാണാനുള്ള അവസരം ലഭിച്ചില്ല. എന്നാൽ നിത്യതയുടെ തുറമുഖത്ത് ദൈവകൽപ്പന അനുസരിച്ച് സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് കാണാമെന്ന് പ്രത്യാശയോടെ ഞങ്ങളെ കുടുംബമായി സമർപ്പിച്ചുകൊള്ളുന്നു. ഗുഡ് ഗേളായിട്ടിരിക്കണം. പ്രൈസ് ലോർഡ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ പപ്പയില്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനിയുള്ള നാളുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും പപ്പ പറയുന്ന പോലെ എല്ലാ യേശുപ്പച്ച നോക്കിക്കോളും മോള്, നമ്മളൊന്നും അറിയണ്ട. പലപ്പോഴും വഴക്ക് പറഞ്ഞപ്പോഴൊക്കെ രാത്രി വന്ന് ഇരുന്ന് കരഞ്ഞ് എന്നോട് സോറി പറയാറുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ നല്ലതിനാന്ന് ഓർത്തോണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇനിയുള്ള കാലങ്ങൾ
എങ്ങനെ ജീവിക്കണമെന്ന് യേശുപ്പച്ചൻ കാണിച്ചു തരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എന്ത് പറയുന്ന അറിയത്തില്ല. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, കന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ. ഞാൻ നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസം വൃഥാവല്ല അതു നിശ്ചയോ, വേഗം കാണും എൻ മണാളനെ. വിധവല്ല അതു നിശ്ചയോ, വേഗം കാണും എൻ മണാളനെ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ. ഹല്ലേലൂയ. കൂട്ടുകാർ പറയാറുണ്ടായിരുന്നു, കോളേജിൽ വന്നപ്പോൾ ആദ്യ ദിവസം തിരിച്ച് മസ്കറ്റിന് പോയ ദിവസം വിളിച്ചു പറഞ്ഞു, ഞാൻ എത്തി മസ്കറ്റിൽ ഫസ്റ്റ് ഇയർ ആയപ്പോൾ. അന്ന് വരെ ഇന്ന് വരെ കോളേജുള്ളപ്പം എല്ലാ ദിവസം വിളിക്കുമായിരുന്നു. രാത്രിയാണെങ്കിലും വൈകിട്ടാണെങ്കിലും അമ്മയെ വിളിച്ചിട്ട് പറയും, മോനെ എടാ വിളിച്ചില്ലല്ലോ എന്ന് പറയും. എവിടുന്നേലും ക്രെഡിറ്റ് അടിച്ച് അപ്പയെ വിളിക്കുമായിരുന്നു. എങ്ങനെയുണ്ട് അപ്പേ, സുഖമല്ലോ, മോൻ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും. ഞാൻ അപ്പോൾ ഒന്നും വേണ്ട, ഞാൻ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. ഫ്രണ്ട്സ് എപ്പോഴും പറയും ഭയങ്കര ഭാഗ്യവാനാ. പേരൻസ് എപ്പോഴും വിളിക്കാറില്ല, എല്ലാ ദിവസവും വിളിക്കാറില്ല. എല്ലാ ദിവസവും മോൻ എന്തെങ്കിലും വേണോ, വേണ്ട അപ്പോൾ പറയാം, ആവശ്യമുള്ളപ്പം പറയാം. വഴക്ക് പറയുമ്പോഴും പണങ്ങിപ്പോയി കിടക്കുമ്പോഴും രാത്രി ഒന്ന് കൂടെ കിടന്ന് മനസ്സ് വയ്ക്കത്തില്ല. അപ്പോൾ വന്ന് കരഞ്ഞ് തിരുവോനെ സോറി, ഇങ്ങനല്ല ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യണ്ടേ, ഇതാ ശരി, എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. കോളേജിൽ പോകുന്ന മുമ്പേ ഷോപ്പിങ്ങിന് പോയപ്പോൾ അപ്പോൾ പറഞ്ഞേ ഒരു വാക്യമുണ്ടായിരുന്നു. ആ പാട്ട് ഞങ്ങൾ വണ്ടി വെച്ച് പാടിയായിരുന്നു. Cast all your burdens on Jesus for he cares for you. ആ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. I will cast all my cares upon you. I lay all of my burdens down at your feet. At any time I don't know what to do. I will cast all my cares
എന്നെ കോളേജിൽ അയച്ചത്. മോൻ അപ്പം ഇല്ലെങ്കിലും മുകളിലുള്ള അപ്പം ഉണ്ടെന്ന് പറഞ്ഞ് കോളേജിൽ എന്നെ പറഞ്ഞു വിട്ടത് ആ ദിവസം. എല്ലാം വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണം, പഠിത്തത്തിൻ്റെ കാര്യത്തിലും സമാധാനത്തിൻ്റെ കാര്യത്തിലും എല്ലാത്തിനും വേണ്ടി എല്ലാ ദിവസവും. താങ്ക് യു മോനെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുശോചനങ്ങൾ അറിയിപ്പാൻ വേണ്ടി എൻ്റെ പക്കൽ എഴുതി തന്നിട്ടുണ്ട്, ലിസ്റ്റ് ലഭിച്ചിട്ടുണ്ട്, പിന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരുടെയും പേരുകൾ വീണ്ടും എടുത്തു പറയുവാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ് നിർത്തട്ടെ. അമേരിക്കയിലേക്ക് നാടുകളിൽ നിന്നും, UK പ്രദേശങ്ങളിൽ നിന്നും, ആസ്ട്രേലിയയുടെ പ്രദേശങ്ങളിൽ നിന്നും, ഗൾഫിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്നും, ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇന്ന് പകൽ ഈ കുടുംബാംഗങ്ങളോട് അനുശോചനം അറിയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അവിടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുന്നു. പ്രിയ തിമോത്തി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊടൈക്കനാൽ ക്രിസ്ത്യൻ കോളേജിലുള്ളതായ തൻ്റെ സഹപാഠികൾ, പ്രിയപ്പെട്ടവർ, അധ്യാപകർ, ആ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ടവർ പ്രത്യേകമായിട്ട് ഇവിടെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. തൻ്റെ കൂടെ പഠിക്കുന്നതായ വിദ്യാർത്ഥികളുടെ ഒരു ലോങ് ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ടെല്ലാം വായിപ്പാൻ വേണ്ടി സമയം എടുക്കുന്നില്ല. എല്ലാവരുടെയും പേരുള്ളതായ അനുശോചനം ഈ സമയം അറിയിക്കും. തുടർന്ന് സഭയിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും കുടുംബ അംഗങ്ങൾക്ക് വേണ്ടിയും ഏതാണ്ട് ഒരു 10 മിനിറ്റ് സമയം പ്രത്യേകമായിട്ട് വേർതിരിക്കുന്നു. അനന്തരമായിട്ട് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കും. ഞങ്ങളുടെ സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളിൽ ഒരു കുടുംബമാണ് പേങ്ങാട്ടിൽ കുടുംബം. ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുൻപാണ് വള്ളംകുളം താബോർ സഭയിൽ ശുശ്രൂഷകനായിട്ട് വരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ വാത്സല്യ കുടുംബം കടന്നുപോയതായ കഷ്ടതയുടെ താഴ്വരയിലൂടെ ഞങ്ങളുടെ സഭയിലുള്ളതായ ഒരു കുടുംബമോ കുടുംബാംഗങ്ങളോ കടന്നു പോയിട്ടില്ല. എന്നാൽ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയൊന്ന് ആര് പറഞ്ഞോ അവൻ അവരോടുകൂടെ ഓരോ നാളുകളും ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും കഴിഞ്ഞ വർഷം ഈ സഭയുടെ സൂക്ഷകനാകണമെന്ന് ഈ സഭ പ്രിയപ്പെട്ടവർ പ്രത്യേകം പ്രിയ ദാനിച്ചാനാണ് അതിനുവേണ്ടി വളരെ താല്പര്യമായിട്ട് ആഗ്രഹിക്കുകയും അങ്ങനെ ഇവിടെ കടന്നുവരുവാൻ ദൈവം ഇടയാക്കുകയും ചെയ്തു. വീണ്ടും കടന്നു വന്നപ്പോഴും ഇപ്രകാരമുള്ളതായ ദുഃഖാനുഭവങ്ങൾ ഒന്നിനു പുറകെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ. കഴിഞ്ഞ ദിവസം പ്രിയ സാബു നാട്ടിലേക്ക് കടന്നുവരും, ചികിത്സയിൽ കടന്നു വരുമ്പോൾ ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞ പാസ്റ്ററെ, സഭയെ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. എറണാകുളത്ത് കടന്ന ശേഷം തുടർമാനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും അതേ വാക്കിലൂടെ ദൈവദാസൻ പറഞ്ഞ പോലെ പറഞ്ഞു, പാസ്റ്ററും കുടുംബവും സഭയും പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ എറണാകുളത്ത് കടന്നുപോയി ദൈവദാസനെ കാണുകയും ഒരുമിച്ച് അല്പസമയങ്ങൾ ചിലവഴിക്കുന്നപ്പോൾ ആവർത്തിച്ച് വീണ്ടും വീണ്ടും പല പ്രാവശ്യം ഇതേ വാക്കിൽ പറഞ്ഞു, പാസ്റ്ററെ, സഭയെ, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഒന്നാം തീയതി പകൽക്കാലം ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ വീണ്ടും ബന്ധപ്പെടുവാനിടയായി. അപ്പോഴും എന്നോട് വീണ്ടും ഇതേ വാക്കുകൾ പറഞ്ഞു, പാസ്റ്ററെ, പ്രാർത്ഥിച്ചാൽ മതി. ദൈവമക്കൾ പ്രാർത്ഥിച്ചു, സഭ പ്രാർത്ഥിച്ചു, അനേകർ പ്രാർത്ഥിച്ചു. ദൈവഹിതപ്രകാരമുള്ളതായ ഇങ്ങനെ ഒരു മറുപടിയാണ് ദൈവം നൽകുവാനിടയത്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം. ഈ ദിവസങ്ങളിൽ സഭയായിട്ട് പല സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ എല്ലാവരും കടന്നു പോകുന്നു. ഈ ഭവനത്തോട് ബന്ധപ്പെട്ട് മാത്രമല്ല, അമേരിക്കയിലേക്ക് നാടുകളിൽ ഇടയ്ക്കലൂരിലെ പ്രിയ ജെയിംസിൻ്റെ വൈഫ് കഴിഞ്ഞ 1 മാസം 29 ദിവസങ്ങളായിട്ട് ബ്രെയിൻ ട്യൂമറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇതുവരെയും കോൺഷ്യസ് ആകാതിരിക്കുന്നതായ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ഞങ്ങൾ സഭയായി കടന്നു പോവുകയും പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ദൈവമക്കളായ നിങ്ങളുടെ പ്രാർത്ഥന ആ വിഷയത്തിൽ ഈ പ്രത്യേക തരണത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥന, അവരുടെ കൂട്ടായ്മ, അവരുടെ സഹകരണം ഞങ്ങൾക്ക് കുടുംബമായിട്ടും സഭയായിട്ടും വളരെ അനുഗ്രഹമായിരുന്നു. ദൈവമായ കർത്താവ് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഗളി സഹോദരിയെയും, പ്രിയ ടീമത്തി, പ്രിയ ലിഡിയ, പ്രിയ യോനാഥാൻ,
പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ. പ്രിയപ്പച്ചനെ പ്രത്യേകം ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെല്ലാവരെയും ദൈവം പ്രത്യേകം ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ ഉപസംഹരിക്കുന്നു. സഭയുള്ളതായ പല പ്രിയപ്പെട്ടവർക്കും അത്യാവശ്യമായിട്ട് സമയങ്ങൾ കൊടുക്കേണ്ടതാണ്. ദൈവദാസന്മാരുണ്ട്, ആർക്കും കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല, അതിൽ ഖേദിക്കുന്നു. ഇപ്പോൾ പ്രിയ സഭയെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ സഭയുടെ ബിനോയ് ബ്രദർ ഒടുവിലായിട്ട് സമയമെടുക്കും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഞാൻ കുടുംബാംഗങ്ങളുടെ പേരുകൾ ഇവിടെ അത്യാവശ്യമായി പറയേണ്ടവരുടെ പേരുകൾ പറയുന്നു. ബഹ്റിൽ നിന്ന് പ്രിയ ജോയിച്ചാനെ കടന്നുവരും കർത്താവ് സഹായിച്ചു. ചില വാക്കുകൾ പ്രസ്താവിക്കും. പ്രിയ ഗേളി സിസ്റ്റർ ചില വാക്കുകൾ തീർച്ചയായിട്ടും പ്രസ്താവിക്കും. പ്രിയ അനുവിച്ചാന് ഒരുമിച്ചായിരിക്കുന്നു. ഇന്ന് പകൽ എല്ലാ കുടുംബാംഗങ്ങളെയും പ്രതിനിധിച്ചുകൊണ്ട് ചില വാക്കുകൾ പ്രസ്താവിക്കും. ഗേളിയുടെ എല്ലാ ഭവന അംഗങ്ങളെയും പ്രതിനിധിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മത്തായി തോമസ് അവറുകൾ ചില വാക്കുകൾ പ്രസ്താവിക്കും. ഒടുവിലായിട്ട് പ്രിയ തീമത്തി വാത്സല്യ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റുന്ന് ഒരു പാട്ടിൻ്റെ ചനങ്ങൾ പാടിയും ദൈവത്തിന് ഒരുമിച്ച് മഹത്വം കരയേറ്റുകയും ചെയ്യും. അനന്തരമായിട്ട് മുൻ OPയുടെ പാസ്റ്റായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഇപ്പോൾ ഹെബ്രോൻ സഭയുടെ സൂക്ഷകനുമായിരിക്കുന്ന പാസ്റ്റർ അലസ് ജോൺ അവറുകൾ പ്രാർത്ഥിക്കുകയും ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യും. അനന്തരമായിട്ട് സെമിത്തേരിയിൽ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അലസ് ജോൺ അവറുകളായിരിക്കും. ഈ കാര്യങ്ങൾ എല്ലാം പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സമയം വേർതിരിക്കുന്നു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നിങ്ങൾക്കറിയാം, ഏകദേശം 3 മണിക്കൂറുകൾ കൂടുതലായി നിങ്ങളേവരും ഞങ്ങളോടുള്ള സ്നേഹത്തിൽ, പ്രിയ സാബുവിനോടുള്ള സ്നേഹത്തിൽ, ആ കുടുംബത്തോടുള്ള സ്നേഹത്തിൽ നിങ്ങളിവിടെ ആയിരിക്കുന്നു. ഇനിയും അടുത്ത 10 മിനിറ്റ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും സമയം കൊടുക്കുവാൻ ഇനിയും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളതങ്ങനെ, ഞാനൊരു തീരുമാനം എടുത്തതിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇതുവരെ പ്രകൃതി നമുക്ക് അനുകൂലമായിരുന്നു. എത്ര നേരം ഈ പ്രകൃതി ഇങ്ങനെ നമുക്ക് സന്തോഷമായി സമാധാനമായി നിൽക്കുമെന്ന് നാം അറിയുന്നില്ല. രാവിലത്തെ സ്ഥിതി നിങ്ങൾക്ക് നന്നായി അറിയാം. ഈ ബോഡി ഇവിടെ എത്തുവാൻ ലേറ്റായത് കാരണം മഴയായിരുന്നു. എന്നാൽ നമുക്കിത്രത്തോളം കർത്താവ് അനുഗ്രഹമായി, ഇത് സന്തോഷമായി ഇരിക്കുവാൻ, കർത്താവ് സമാധാനമായിരിക്കുവാൻ, നിങ്ങൾക്ക് കേട്ടല്ലോ, ഒരു പ്രിയപ്പെട്ടവൻ, എനിക്കറിയത്തില്ല, ഇവിടെ വന്ന് പറഞ്ഞ പേര് പറഞ്ഞു, ഞാൻ ഇപ്പോൾ പേര് മറന്നുപോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് 3 ഫ്യൂണറൽ സംബന്ധിച്ചു, എന്നാൽ ഇവിടെ വന്നപ്പോൾ ഒരു ദൈവിക സമാധാനം അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നു. That's the reason we are here today. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ, ഗേളിയുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബജീവിതത്തിൽ അവർക്ക്, അവരുടെ ഭർത്താവിന്, അവരുടെ കുഞ്ഞുങ്ങൾക്ക്, അവരുടെ അപ്പനോട് അവരെക്കുറിച്ച് പറയുവാനുള്ള അവസാന നിമിഷമാണിത്. ഇനി ഇങ്ങനൊരു സന്ദർഭം അവർക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് ജോയിച്ചാൻ മുൻപോട്ട് വരും. ഒരു വാക്കുകൾ ജോയിച്ചാനിവിടെ ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ഞങ്ങൾ അനേകരുണ്ട്. എന്നാൽ ഞങ്ങളുടെ മൂത്ത സഹോദരൻ എന്നുള്ളതിൽ ചില വാക്കുകൾ, 1-2 വാക്കുകൾ, കൂടുതലൊന്നും പറയത്തില്ല. കർത്താവിന് 10, 300, 400 പേര് ശുശ്രൂഷിക്കുന്ന സഭയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന സമയം കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. ഈ സമയം തന്നെ തിമോത്തി, ലിഡിയ, ജോനഥാൻ, ജോളി, ഗേളി എല്ലാവരും ഇവിടെ ഇങ്ങോട്ട് വന്നാട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ അടുത്ത 10 മിനിറ്റ് നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ പ്രത്യാശ എങ്ങനെയിരിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ദൈവസന്നിധിയിലായ സമാധാനത്തെക്കുറിച്ച് അവരുടെ പിതാവിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ അവർക്ക് ചിലതൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറയുവാൻ കാണും. അതെല്ലാം ഇന്ന് പകൽക്കാലം ഈ ദിവസങ്ങളിൽ 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമക്കളെ, മരിച്ചു കഴിയുമ്പോൾ മരിച്ച വ്യക്തിയെക്കുറിച്ച് പലരും പെരുപ്പിച്ച് പറയാറുണ്ട്. എന്നാൽ ഞങ്ങളുടെ പ്രിയ സഹോദരൻ സാബുവിനെക്കുറിച്ച് ഇവിടെ കേട്ടത് ഒട്ടും അതിശോക്തിയുള്ള കാര്യമല്ല. ദൈവം കൊടുത്തൊരു കൃപയ്ക്കനുസരിച്ചായിരുന്ന സ്ഥാനത്തും ദൈവസഭയ്ക്കും ഭവനത്തിനും അതിലുപരി അവൻ്റെ കുടുംബത്തിലും വളരെ സ്നേഹത്തോടെ, ഇനി ഒരു വാക്യോടെ ഞാൻ പറയട്ടെ, ഇനി നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് അവൻ്റെ സ്നേഹമുള്ള ആ ചിരി കാണുവാൻ കഴിയത്തില്ല. അവൻ്റെ സ്നേഹമുള്ള സംസാരം കേൾക്കുവാൻ കഴിയില്ല. ചില സമയത്ത് വിഷയങ്ങൾ വന്ന് ഗർജിക്കുന്ന അവൻ മുഖം കാണുവാൻ കഴിയത്തില്ല. എന്നാൽ
ഈ ഭൂമിയിലുള്ള എല്ലാ വേദനകളെയും അപ്പുറമായിട്ട് ദൈവമക്കൾക്കൊരു പ്രത്യാശയുള്ളത് കഴിഞ്ഞ സമയങ്ങളൊക്കെ ദൈവദാസന്മാർ പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു മുൻപേ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. ഇനിയും ക്രിസ്തുവിൽ മരിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ഒരു ജീവനുള്ള പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് ആ ജീവനുള്ള പ്രത്യാശയെ ഈ സമയം ഞാൻ അറിയിക്കുകയും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള വാക്കുകൊണ്ട് പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഈ സമയത്ത് ഗേളിയുടെ കുടുംബത്തിൽ നിന്ന് പ്രതിനിധീകരിച്ച ഒരു കർത്താവിൻ്റെ ദാസനോട് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് അദ്ദേഹം ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ സമയമെടുക്കും. കർത്താവിന് മഹത്വം. ഞാൻ ഗേളിയുടെ ഭവനത്തോടുള്ള ബന്ധത്തിലാണ് വന്നതെങ്കിലും 21 വർഷം മുമ്പ് വിവാഹത്തിന് മുമ്പ് ആദ്യമായിട്ട് ഒരു സഹോദരൻ എന്ന നിലയിൽ ഈ ഭവനത്തിലേക്ക് ആ മാതാവും പിതാവും എന്നെയാണ് അയച്ചത്. എന്നാൽ സാബുവിൻ്റെ യാത്ര പോകുന്നതിൻ്റെ തലേ ദിവസം അവസാനം പ്രാർത്ഥിച്ചയക്കാൻ എന്നെയാണ് ദൈവം എറണാകുളത്താക്കിയത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. താനൊരു ചികിത്സയ്ക്കായി കടന്നു വന്നു. 3 വർഷം മുമ്പ് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. 6 ബ്ലോക്ക് ബൈപ്പാസ് സർജറിക്ക് ഡേറ്റ് തന്നപ്പോൾ അമൃത ഹോസ്പിറ്റലുകാർ എനിക്ക് ബൈപ്പാസിന് ഡേറ്റ് തന്നു. സ്വർഗത്തിൽ ദൈവം സംസാരിച്ചു, മനുഷ്യന് വിടുവിപ്പാൻ ഒരു വഴിയേ ഉള്ളൂ, ദൈവത്തിന് വിടുവിപ്പാൻ പല വഴിയുണ്ടെന്ന്. എന്നാൽ വിശ്വാസത്താൽ ഞാൻ കടന്നുപോയി ചികിത്സിച്ച ഒരു വൈദ്യൻ്റെ അടുക്കൽ പച്ചമരുന്ന് കഴിച്ച് എനിക്ക് 3 വർഷമായി കർത്താവ് സൗഖ്യം തന്നു. ആ സാക്ഷ്യം കേട്ടതുകൊണ്ട് വിശേഷാൽ സാബു ഒരു തീരുമാനമെടുത്തു, ഓപ്പറേഷൻ കൂടാതെ എനിക്ക് കർത്താവ് സൗഖ്യം തരും, ഇല്ലെങ്കിൽ ആ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുമ്പോഴായിരിക്കും എൻ്റെ അന്ത്യം. അത് സാബുവിന് ഉറപ്പായിരുന്നു. എന്നാൽ കൃപയാൽ സാബുവിന് അങ്ങനെ ഒരു ഓപ്പറേഷൻ കൂടാതെ കൊച്ചമ്മയുടെ ഭവനത്തിൽ, വിശേഷ സാബുവിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭവനത്തിലാണ് സാബു ഒരാഴ്ച ആയിരുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ ചൊവ്വാഴ്ച ഞാനും സാബുവും ഒന്നിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, ഞങ്ങൾ നാട്ടിൽ വന്നാൽ ഗേളിക്കും മക്കൾക്കും താമസിക്കാൻ നാട്ടിലൊരു ഭവനമില്ല, എവിടെയെങ്കിലും ഒരു ഭവനം വേണം. അതിന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഞാനും സാബുവും ഗേളിയും കുഞ്ഞുങ്ങളും ആരുമായിട്ടോ 1-2 ഭവനങ്ങൾ കാണാൻ കടന്നുപോയി. എന്നാൽ തൻ്റെ ഭവനം നിത്യഭവനമായിരുന്നു എന്നുള്ളത് ഈ ചൊവ്വാഴ്ച ഇവിടെ ഇരിക്കുന്ന ഏവർക്കും അറിയാൻ കഴിയും. മനുഷ്യർ കരുതുന്നത് പോലെയല്ല ദൈവം കരുതാൻ. ഇപ്പോൾ നിൽക്കുന്നത് തൻ്റെ ഭവനത്തെ പ്രതിനിധീകരിച്ചാണ്. 1 മാസം മുമ്പ് ഗേളിയുടെ പിതാവ് ദൈവത്തിൽ ചേർക്കപ്പെട്ടു. ചില വർഷങ്ങൾക്ക് 10 വർഷം മുമ്പ് ഗേളുടെ മാതാവ് ചേർക്കപ്പെട്ടു. ഗേളുടെ ഭവനത്തിൽ 6 സഹോദരിമാരാണ്. എൻ്റെ ഭവനത്തിൽ ഞങ്ങൾ അയൽവാസികളായി ഞങ്ങൾ 5 സഹോദരിമാർ. ഇങ്ങനെ 11 സഹോദരിമാരുടെ അപ്പൻ എന്ന നിലയിലായിരുന്നു ഗേളിയുടെ പിതാവ് ഞങ്ങൾക്ക്. ആ പിതാവാണ് കഴിഞ്ഞ മാസം ദൈവത്തിൽ ചേർക്കപ്പെട്ടത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സോറി അച്ചായ. എങ്കിലും ഇന്ന് കടന്നു വന്ന എല്ലാവരോടും പറയാനുള്ളത്, ഒരു നാൾ നശ്വര ലോകം വിടും, നേടിയതെന്തെന്ന് അന്നറിയാൻ കഴിയും. ആമേ. അവസാന ദിവസം ഞാൻ ചിന്തിക്കുന്നു, വിശ്വസിക്കുന്നു, അദ്ദേഹം പ്രാർത്ഥിച്ച് പോകുമ്പോൾ അവസാനം ദൈവദാസന്മാരെന്ന നിലയിൽ ദൈവത്തിന് വേണ്ടി അർപ്പിച്ച സ്തോത്ര കാഴ്ച എളിയവൻ്റെ കയ്യിലാണ് തന്നിട്ട് താൻ കടന്നു പോയതാണ്. ദൈവത്തിന് മഹത്വം. ഞാൻ പറയട്ടെ, ഒത്തിരി കാര്യങ്ങൾ ഓർമ്മ വരുന്നെങ്കിൽ നിർത്തുന്നു. പ്രിയ ജനത്തെ അനുഗ്രഹിക്കട്ടെ, കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഗേളിയുടെ സഹോദരിമാർ 5 പേരുണ്ട്. ആമേ. അതിലൊരു സഹോദരിയുടെ ഭർത്താവ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലായിരുന്നപ്പോൾ ദൈവത്തിൽ ചേർക്കപ്പെട്ടു. ബാക്കി 5 സഹോദരിമാരുടെ ഇടയിൽ പ്രത്യേകിച്ച് ഗേളി മൂന്നാമത്തതാണ്. മൂത്ത 2 സഹോദരിമാരുടെ കുടുംബങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ, ഇളയ 3 സഹോദരിമാർ, അവരുടെയൊക്കെ ഒരു പിതാവ്, ഒരു മൂത്ത സഹോദരനാണ് ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ഒരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററേ, ഞങ്ങൾക്കാണ് നഷ്ടം സംഭവിച്ചത്. ശതാധിപനെക്കുറിച്ച് ദൈവജനം പറയുന്നൊരു വാക്കിങ്ങനെയുണ്ട്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, അവൻ ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു, അതുകൊണ്ട് നീ ഇത് ചെയ്തു കൊടുപ്പാൻ ഇവൻ യോഗ്യൻ. താൻ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവജനത്തെ സ്നേഹിച്ചു. ദൈവത്തെ മാത്രമല്ല, ദൈവജനത്തെ സ്നേഹിച്ചത് ഓർത്ത ഗേളിയെയും കുഞ്ഞുങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. എനിക്കും 2 സഹോദരന്മാർ നല്ല പ്രായത്തിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ അമ്മ എൻ്റെ ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ടു, എൻ്റെ അപ്പൻ ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ടെങ്കിലും ഈ ഭവനത്തിൽ ദുഃഖത്തോടുകൂടെ ഞാനും ദുഃഖം പങ്കിടുന്നു. നിങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അവസരം തന്ന ദൈവമക്കളുടെ നന്ദി. അതുപോലെ നിങ്ങളുടെ സഹോദരിമാർ ജോളി, ഗേളിയുടെ സഹോദരി ഡോളി, മേരിക്കുട്ടി, ഷീബ കുവൈറ്റിലുണ്ട്. അവരുടെ എല്ലാ കുടുംബത്തിൻ്റെയും പ്രത്യാശ ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവം സഹായിക്കും. താങ്ക് യു. മൂന്ന് പേരെ യാത്ര അയച്ചിട്ട് 4-മത്തെ ആളിനെ യാത്ര അയക്കുവാൻ ഇവിടെ ഇരിക്കുന്ന 83 വയസ്സുള്ള എൻ്റെ പിതാവിനെ
ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എനിക്കറിയാം. ഞാൻ പറയുന്നതിലും ധൈര്യമായി ദൈവസന്നിധിയിൽ നടത്തിയ വിധങ്ങളെക്കുറിച്ച് പറയുവാൻ ശക്തനാണ്, ദൈവശക്തി കൊടുത്തിട്ടുണ്ട് എന്നെനിക്ക് നന്നായി അറിയാം. എന്നാൽ നിങ്ങൾ ആ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് കേൾക്കണമോ? കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട്, വ്യാഴാഴ്ച വൈകിട്ട് അമേരിക്കയിൽ ഉള്ളതായ ഒരു പ്രയർ ലൈനിൽ 100 കണക്കിന് ആൾക്കാരിരുന്നു കൊണ്ട് 3 മണിക്കൂർ 7 മണിക്ക് തുടങ്ങിയതായ ഇതുപോലെ ഒരു സഭസംസ്കാര ശുശ്രൂഷ അല്ലെങ്കിലും ഒരു ആശ്വാസത്തിൻ്റെ ഒരു സംഗമം അവസാനിച്ചത് പിടിച്ചു നിർത്തി 3.5 മണിക്കൂർ നിർത്തുകയായിരുന്നു. ഇതൊന്നും എന്നോടുള്ള എൻ്റെ പേരിൽ ആ പിതാവിനെ അറിയപ്പെട്ടതെങ്കിലും ഈ 24 മണിക്കൂറും ദൈവജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന എൻ്റെ പിതാവിനെ ആരും മറക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ കണ്ടു, ചിലരൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്ന പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവജനം, അതിന് സമയം, നിങ്ങളുടെ സമയം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ചില വാക്കുകൾ ഗേളി ഇപ്പോൾ അവൾക്ക് പറയുവാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ ജീവിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങളുടെ ഭാരങ്ങളൊക്കെയും കർത്താവിൽ അർപ്പിച്ച് ജീവിതം ഷെയർ ചെയ്യുവാനും കഴിഞ്ഞ 21 വർഷക്കാലം ഒരുമിച്ച് ജീവിക്കുവാനും കർത്താവ് ഭാഗ്യം തന്നു. സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല. എന്നാൽ എനിക്ക് പറയുവാൻ കഴിയും, 100 വർഷത്തിലേറെ ലഭിക്കുന്നതിലധികം സ്നേഹം ഇത്രത്തോളം വർഷങ്ങൾ കൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുവാൻ തക്കൊണ്ട് ദൈവം ഇടയാക്കി തീർത്തു. കഴിഞ്ഞ 2 ആഴ്ചക്കാലം ഞങ്ങൾ നാട്ടിലായിരുന്ന സമയത്ത് ഓഫീസിൻ്റെ തിരക്കില്ലാതെ, കമ്മിറ്റിയുടെ തിരക്കില്ലാതെ അല്പസമയങ്ങളൊക്കെയും കൂടെ ആയിരിക്കാനും കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനും ഇടയായി തീർന്നു. ഇപ്രകാരം ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും ചില കാര്യങ്ങളൊക്കെ തിരക്കോടെ ചെയ്യുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു. എൻ്റെ കൊച്ചു കുഞ്ഞിനെ മസ്കറ്റിലാക്കിയിട്ടാണ് ഞാൻ കടന്നു വന്നത്. അത് വളരെ വേദനയോടെ ദിവസങ്ങൾ പല പ്രാവശ്യം പറയുന്നത് കണ്ടു. ക്ലാസ് പോയാലും വേണ്ടില്ല, അവനിങ്ങനെ കൊണ്ടുവന്നാൽ മതിയായിരുന്നുവെന്ന്. അതെനിക്ക് അകത്തൊരു വേദനയായിട്ട് തോന്നുന്നു. തൻ്റെ പ്രാർത്ഥനയോടെ ചില വാക്കുകൾ, പലപ്പോഴും പറഞ്ഞ ചില വാക്കുകൾ എന്തോ ഒരു ഹിൻ്റായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയമായതിനാൽ ഞാൻ ഒന്നിനാലും ഭാരപ്പെടുന്നില്ല. ഈ കുഞ്ഞിനെ കൊണ്ടുവരാത്തതിൽ വിഷമിക്കുന്നത്, അച്ഛൻ പ്രയാസപ്പെടുന്നത് കണ്ടതും അവസാനത്തെ നിമിഷങ്ങൾ വേദനയോടെ ആ മുഖത്തെ ഭാവം മാറുന്നത് കണ്ടതും മാത്രമേ എനിക്ക് സഹിക്കാതെ ഉള്ളൂ. വീടില്ലാത്തതിൽ എനിക്ക് ഭാരമില്ല. ചിലപ്പോഴെങ്കിലും പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പൊക്കത്തിൽ ഞങ്ങൾക്കൊരു വീടുണ്ടെന്ന്. എനിക്കതിനെക്കുറിച്ചൊന്നും എൻ്റെ ഒരു വിഷയമേ അല്ലത്. ദൈവം അതൊക്കെയും തക്ക സമയത്ത് നടത്തിക്കൊള്ളും. അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ ഒരു തർക്കവും കൂടാതെ അവർക്ക് പേരിട്ടതൊക്കെയും അച്ഛൻ തന്നെയാണ്. അതൊക്കെയും വലിയ ദൈവത്തിൻ്റെ നിയോഗമായി ഞാൻ കരുതുന്നു. വചനം പറയുന്നത് പോലെ അവരെ വളർത്തിയെടുക്കുവാൻ, അച്ഛൻ കാണിച്ചതായ സ്നേഹത്തിലും മാതൃകയിലും അന്ത്യത്തോളം ജീവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന സമയങ്ങൾ വരെയും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ അടിയനെയും കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓപ്പറേഷൻ വേണ്ട എന്നൊരു തീരുമാനമെടുത്തപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നിൻ്റെ മെഡിക്കൽ അറിവ് കൊണ്ട് നീ ചെയ്യുന്നെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛയുടെ താല്പര്യത്തോട് ഞാനും യോജിച്ചു. 30% മാത്രം ബാലൻസ് കിട്ടുമെന്ന് പറഞ്ഞു. മേളി മുതൽ താഴെ വരെ കീറി മുറിച്ചിട്ട് 30% ബാക്കി തരുമെന്ന് പറയുന്ന മെഡിക്കൽ സയൻസിനോട് വചനം ഇത്രയും പൂർണ്ണതയോടെ കയ്യിലുള്ളപ്പോൾ എങ്ങനെ യോജിക്കുവാൻ കഴിയുമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ എനിക്കൊന്നും പറയുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് മഹത്വം. ആ വചനത്തിൻ്റെ പ്രത്യാശയിൽ ഉറയ്ക്കുവാൻ ഏത് സമയത്തായാലും കടന്നു പോകണമല്ലോ എന്ന് പലപ്പോഴും പറയുന്നത് കേട്ട് ദൈവത്തിൽ ആശ്വസിക്കുവാൻ തൊണ്ടും ഇടയായി തീർന്നിട്ടുണ്ട്. പല പ്രിയപ്പെട്ടവരും പറഞ്ഞത്, ഇത്രത്തോളം സ്നേഹത്തോടെ ഇത്രത്തോളം കരുതലോടെ ജീവിക്കുവാൻ കഴിഞ്ഞൊരു കുടുംബം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ എൻ്റെ അവസ്ഥ അതല്ല. വളരെ സന്തോഷത്തോടെ ജീവിക്കുവാൻ, കുഞ്ഞുങ്ങളെ വളർത്തുവാൻ, ദൈവകൃപയിൽ നിൽപ്പാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവസഭയ്ക്ക് വേണ്ടി വളരെ ഭാരങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ദൈവം വിശ്വസ്തയായി കണക്കിടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിത്യതയിൽ വിശ്രമിക്കുമ്പോൾ ആ വിശ്രമത്തിൻ്റെതായ അനുഭവം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ
ആ ഒരു ആത്മീയ തലത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് ആവശ്യമാണ്. ക്രിസ്ത്യാനികളായി ജീവിക്കുന്നതൊഴിച്ച്, വെറും വിശ്വാസികളായി ജീവിക്കുന്നതൊഴിച്ച് കർത്താവിനോട് കൂടെ ഇരുത്തുവാനാണ് നമ്മളെ അവിടെ കൊണ്ടുപോകുന്നതെങ്കിൽ അതിലേക്ക് ഉയർന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വരേണ്ടത് ആവശ്യമാണ്. കർത്താവിനോട് കൂടെ ഇരുത്തണമെങ്കിൽ അവൻ്റെ സമത്വം നമ്മൾ പ്രാപിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. അതിനായി നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ വിഷമം എൻ്റെ ഉള്ളിലുള്ളപ്പോൾ തന്നെ ദൈവത്തിൽ ആ വിധത്തിൽ വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുവാൻ കഴിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ നിമിഷം മുതൽ ഒരുങ്ങണമെന്ന് ഓർക്കുന്നു. പ്രിയ അപ്പച്ചനെ ഞാൻ ഓർക്കുന്നു. തിരക്കോടെ ഓടുന്ന സമയങ്ങൾ അപ്പച്ചനെ യാത്ര അയക്കാൻ കടന്നു വന്നതും പെട്ടെന്ന് പപ്പായെ കാണാൻ പോയതും ഇപ്പോൾ ഒരു ബ്രേക്ക് പോലെ നാട്ടിലേക്ക് കടന്നു വന്നതും ഒക്കെ എന്തോ മനസ്സിലൊരു തീരുമാനം ദൈവം നൽകിയിരുന്നെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ ഒരു ഭാരവും കൂടാതെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് കടന്നു പോകാൻ ദൈവം ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടിയനെയും കുഞ്ഞുങ്ങളെയും അവരുടെ വിദ്യാഭ്യാസത്തെയും സകല കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാറ്റിനും ഉപരി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കോണം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്നൊരു പ്രാവശ്യം കൂടെ അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചു കൊള്ളുന്നു. പപ്പയെക്കുറിച്ച് ഈ ന്യൂസ് ആദ്യമേ കേട്ടപ്പം ഹോസ്പിറ്റലിൽ ഞാൻ കരഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തീരുമാനം എടുത്തായിരുന്നു ഈ ഫ്യൂണറൽ കഴിയുന്നവരെ കരയത്തില്ലെന്ന്. ബട്ട് ഇവിടെ ഫ്രണ്ടിലിരുന്നപ്പോൾ ബിനോയങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എപ്പോഴെങ്കിലും പാസ്റ്റർമാർ വീട്ടിൽ വരുമ്പം പപ്പ ഞങ്ങളെ കൊണ്ടായിരുന്നു പൈസ കൊടുപ്പിക്കുന്നത്. അതെപ്പോഴും പാസ്റ്റർമാരോട് പറയുമായിരുന്നു പപ്പയ്ക്ക് ചെയ്യാനുള്ള ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന്. പപ്പ പലപ്പോഴും പഴയപ്പോഴും ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു എനിക്ക് കൊടുക്കണ്ട. പക്ഷെ പപ്പ വഴക്ക് പറഞ്ഞിട്ടായിരുന്നു എന്നെ കൊണ്ട് കൊടുപ്പിക്കുന്നത്. അതൊക്കെ ഇപ്പം ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ജോൺ വി സാമുവൽ പാസ്റ്റർ പറഞ്ഞ പോലെ പപ്പ ഞങ്ങളെ തല്ലിയും വഴക്ക് പറഞ്ഞിട്ടൊക്കെ ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയായിരുന്നു. എപ്പോഴും ഞങ്ങളെ ഉറക്കെ തല്ലിയും വഴക്ക് പറയുമ്പോഴൊക്കെ കുറച്ച് കഴിയുമ്പോൾ കരഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങളെ തിരിച്ചു വിളിച്ച് ഇങ്ങനെ ചെയ്യലടാ മക്കളെ നല്ലതല്ലെന്ന് പറയുന്നത്. ഒരു മിനിറ്റ് കൂടെ എടുത്തുകൊള്ളട്ടെ. ഈ മോൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അപ്പം ഞാൻ ചർച്ചിൽ പറയട്ടെ അപ്പം നെക്സ്റ്റ് വീക്ക് സാക്ഷി ഇല്ല മോനും അപ്പയും അമ്മയും നാട്ടിൽ നിന്ന് വരുമ്പം അച്ചായും കൂടെ വരുമല്ലോ അപ്പം നമുക്ക് സ്നാനപ്പെടാം അന്നേരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് വന്നു. അത് കാണാനുള്ള അവസരം ലഭിച്ചില്ല. എന്നാൽ നിത്യതയുടെ തുറമുഖത്ത് ദൈവകൽപ്പന അനുസരിച്ച് സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് കാണാമെന്ന് പ്രത്യാശയോടെ ഞങ്ങളെ കുടുംബമായി സമർപ്പിച്ചുകൊള്ളുന്നു. ഗുഡ് ഗേളായിട്ടിരിക്കണം. പ്രൈസ് ലോർഡ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ പപ്പയില്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനിയുള്ള നാളുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും പപ്പ പറയുന്ന പോലെ എല്ലാ യേശുപ്പച്ച നോക്കിക്കോളും മോള്, നമ്മളൊന്നും അറിയണ്ട. പലപ്പോഴും വഴക്ക് പറഞ്ഞപ്പോഴൊക്കെ രാത്രി വന്ന് ഇരുന്ന് കരഞ്ഞ് എന്നോട് സോറി പറയാറുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ നല്ലതിനാന്ന് ഓർത്തോണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇനിയുള്ള കാലങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് യേശുപ്പച്ചൻ കാണിച്ചു തരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എന്ത് പറയുന്നതെന്ന് അറിയത്തില്ല. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, കന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനെ പ്രത്യാശയിൻ
ഞാൻ നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസം വൃഥാവല്ല അതു നിശ്ചയോ വേഗം കാണും എൻ മണാളനെ വിധവല്ല അതു നിശ്ചയോ വേഗം കാണും എൻ മണാളനെ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തമായി കണ്ണ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തമായി കണ്ണ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ. ഹല്ലേലൂയ. കൂട്ടുകാർ പറയാറുണ്ടായിരുന്നു, കോളേജിൽ വന്നപ്പോൾ ആദ്യ ദിവസം തിരിച്ച് മസ്കറ്റിന് പോയ ദിവസം വിളിച്ചു പറഞ്ഞു, ഞാൻ എത്തി മസ്കറ്റിൽ ഫസ്റ്റ് ഇയർ ആയപ്പോൾ. അന്ന് വരെ ഇന്ന് വരെ കോളേജുള്ളപ്പം എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. രാത്രിയാണെങ്കിലും വൈകിട്ടാണെങ്കിലും അമ്മയെ വിളിച്ചിട്ട് പറയും, മോനെ എവിടെ വിളിച്ചില്ലല്ലോ എന്ന് പറയും. എവിടുന്നേലും ക്രെഡിറ്റ് അടിച്ച് അപ്പയെ വിളിക്കുമായിരുന്നു. എങ്ങനെയുണ്ട് അപ്പേ, സുഖമല്ലോ, മോൻ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും. ഞാൻ അപ്പോൾ ഒന്നും വേണ്ട, ഞാൻ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. ഫ്രണ്ട്സ് എപ്പോഴും പറയും ഭയങ്കര ഭാഗ്യവാനാ. പേരൻസ് എപ്പോഴും വിളിക്കാറില്ല, എല്ലാ ദിവസവും വിളിക്കാറില്ല. എല്ലാ ദിവസവും മോൻ എന്തെങ്കിലും വേണോ, വേണ്ട അപ്പോൾ വേറെ ആവശ്യമുള്ളപ്പം പറയാം. വഴക്ക് പറയുമ്പോഴും പണങ്ങിപ്പോയി കിടക്കുമ്പോഴും രാത്രി ഒന്ന് കൂടെ കിടന്ന് മനസ്സ് വയ്ക്കത്തില്ല. അപ്പോൾ വന്ന് കരഞ്ഞ് തിരുമോനെ സോറി, ഇങ്ങനല്ല ചെയ്യുന്നത്, ഇങ്ങനാ ചെയ്യണ്ടേ, ഇതാ ശരി, എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. കോളേജിൽ പോകുന്ന മുമ്പേ ഷോപ്പിങ്ങിന് പോയപ്പോൾ അപ്പോൾ പറഞ്ഞേ ഒരു വാക്യമുണ്ടായിരുന്നു. ആ പാട്ട് ഞങ്ങൾ വണ്ടി വെച്ച് പാടിയായിരുന്നു. Cast all your burdens on Jesus for he cares for you. ആ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. I will cast all my cares upon you. I lay all of my burdens down at your feet. At any time I don't know what to do. I will cast all my cares upon you. ഈ പാട്ട് പാടിക്കൊണ്ട് തന്നെ കോളേജിൽ അയച്ചത്. അപ്പം ഇല്ലെങ്കിലും മുകളിലുള്ള അപ്പം ഉണ്ടെന്ന് പറഞ്ഞ് കോളേജിൽ എന്നെ പറഞ്ഞു വിട്ടത് ആ ദിവസം. എല്ലാം വേണ്ട, എനിക്ക് പ്രാർത്ഥിക്കണം, പഠിത്തത്തിൻ്റെ കാര്യത്തിലും സമാധാനത്തിൻ്റെ കാര്യത്തിലും എല്ലാത്തിനും വേണ്ടി എല്ലാ ദിവസവും. താങ്ക് യു മോനെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത് മാത്രമേ ഞങ്ങൾക്ക് പേങ്ങാട്ടി കുടുംബത്തിന് ദൈവമക്കളോട്, ഈ ദേശത്തുള്ള ദൈവമക്കളോട് പറയുവാനുള്ളൂ, കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയുവാനുള്ളൂ. അതുകൊണ്ട് ആ സുപ്രഭാതത്തിൽ, ആ പൊൻപുലരിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനിടയാക്കുവാൻ നമുക്കിടയാക്കട്ടെ. എൻ്റെ കുടുംബത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ കൂടെ കഴിഞ്ഞ 28 വർഷം ജീവിച്ച എൻ്റെ ഭാര്യ പറഞ്ഞ ഒരു വാക്കുകൂടെ പ്രിയ സാബുവിനെ കുറിച്ച് അത് പറഞ്ഞില്ലെങ്കിൽ അത് പൂർത്തിയാകത്തില്ല. ഞങ്ങളുടെ പ്രയർ ലൈനിൽ ഇതുപോലെ അവസാനം വന്നപ്പം വീട്ടുകാർക്ക് സമയമില്ലല്ലോ. എൻ്റെ ഭാര്യ എന്നാ ചോദിച്ചു, എനിക്കൊരു മിനിറ്റ് തരത്തില്ല എന്ന് ചോദിച്ചു. DDS ദൈവാസം പറഞ്ഞു, മേരിക്കുട്ടി എടുത്താട്ടെന്ന് പറഞ്ഞു. ആ പ്രിയപ്പെട്ടവൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് ചില ആഴ്ചകൾ ഇവിടെ ആയിരുന്നപ്പോൾ സാബുവിൻ്റെ കൂടെ ആയിരുന്നു. കുടുംബത്തെ സ്നേഹിക്കുന്ന,
കുടുംബത്തെ സ്നേഹിക്കുന്ന ഇങ്ങനെയൊരു സഹോദരനെ ഞാൻ കണ്ട്. എന്നെ ഉൾപ്പെടെ ഞാൻ സ്നേഹിക്കത്തില്ലെന്നാണ് എൻ്റെ ഭാര്യ പറഞ്ഞത്. ഞാൻ അത്രയും സ്നേഹിച്ചിട്ടില്ലെന്ന് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തെ, ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സ്നേഹിച്ച ഏത് തലക്കും മോനെക്കുട്ടി ഞാൻ ഇന്നലെ രാത്രിക്കാലം അത് പറഞ്ഞു. ഒരു പ്രിയ സഹോദരനാണ് നമുക്ക് പൊൻപുലരിയിൽ പ്രൈസ് ദി ലോർഡ് കാണാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൊൻപുലരിയിൽ കാണാം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ബിനോയ്, പ്രൈസ് ദി ലോർഡ്. ക്രമം ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ സാവുച്ചാൻ്റെ ദൈവവൈഭവത്തിൽ ഇങ്ങനൊരു അനുശോചനം പറയുവാൻ ഇങ്ങനെ പെട്ടെന്ന് ഒരു സാഹചര്യം ഒരുക്കുമെന്ന് ഞങ്ങളാരും കരുതിയിരുന്നതല്ല. എന്നാൽ ദൈവത്തിൻ്റെ ഹിതസമയത്ത് ഇങ്ങനെ ആയിരിക്കാൻ തക്കോണം സർവശക്തനായ ദൈവം തന്ന നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല തോട്ടക്കാരൻ തൻ്റെ തോട്ടത്തിൽ നിന്ന് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവ് ഇറുത്തെടുക്കുന്നത് പോലെ ഞങ്ങളുടെ ഈ സഭയാവുന്ന തോട്ടത്തിൽ നിന്ന് ഏറ്റവും മനോഹരമായ പുഷ്പത്തെ താൻ ഇറുത്തെടുത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാനുഷികമായി നമുക്കതൊരു തീരാ നഷ്ടമാണെങ്കിൽ തന്നെ സ്വർഗത്തിൽ പ്രിയ സാവുച്ചാനുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എന്നെ വളരെ സന്തോഷവാനാക്കി തീർക്കുന്നത്. ചില ദിവസങ്ങൾക്ക് മുമ്പ് സാവുച്ചാനെ കാണുവാനായിട്ട് ഞാൻ എറണാകുളത്ത് ചെന്നപ്പോൾ എനിക്ക് വളരെയധികം വിഷമവും പ്രയാസവും ഉണ്ടായി. ഞാൻ അദ്ദേഹത്തിൻ്റെ രോഗവിവരത്തെപ്പറ്റി വളരെ ഉത്കണ്ഠയോടുകൂടി അദ്ദേഹത്തെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എന്നെ വളരെയധികം ആശ്വസിപ്പിക്കുകയും വളരെ പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തി. ഞാൻ പോരാൻ നേരം എന്നാൽ സാവുച്ചാൻ പ്രാർത്ഥിച്ച് എന്നെ അയക്കാൻ പറഞ്ഞപ്പോൾ മോൻ തന്നെ പ്രാർത്ഥിച്ച് ഇറങ്ങണം പറഞ്ഞ് എന്നെക്കൊണ്ട് തന്നെ പ്രാർത്ഥിപ്പിച്ച് മടങ്ങിപ്പോരും എന്തൊക്കെ സഹായിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഞാൻ ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും കടന്നു വരാം, അപ്പം നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞു. എന്നാൽ ഇനി സാവുച്ചാൻ നമ്മുടെ ഇടയിലേക്ക് വരത്തില്ല. പകരം നമുക്ക് അങ്ങോട്ട് പോയി സാവുച്ചാനെ കാണുക. സർവശക്തനായ ദൈവം അവസരം ഒരുക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് സാവുച്ചാനെന്ന് പറയുന്നതിൽ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഞങ്ങളുടെ സഭയോട് വളരെ ആത്മാർത്ഥതയും കൂറുമുള്ള ഒരു മാന്യദേഹമായിരുന്നു സാവുച്ചാനെന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ പോലും അവധിയോടനുബന്ധിച്ച് നാട്ടിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം, അതായത് ഈ അവസാന പ്രാവശ്യമാണ് സഭയിൽ കടന്നു വരാതുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോയിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് പറഞ്ഞു, മോനെ ഞാൻ ചില മാസങ്ങൾക്ക് ശേഷം വരുമ്പം കടന്നു വരാം, എല്ലാവരെയും കാണാമെന്നൊക്കെ പറഞ്ഞ് വളരെ പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞാണ് എന്നെ അയച്ചത്. ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ ആ പൊൻപുല്ലരിയിൽ കർത്താവിൻ്റെ ദാസനെയും ചെന്ന് കാണാമെന്ന വലിയ പ്രത്യാശയോടുകൂടി വളരെയധികം സമയം ദീർഘിപ്പിച്ചു എന്ന് എനിക്കറിയാം. എന്നാലും നമ്മുടെ സോങ് ഷീറ്റിലെ ഒരു പാട്ടിൻ്റെ 2 അടി പാടിക്കൊണ്ട് ഞാൻ എൻ്റെ അനുസ്വാദത്തിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഗേഹം വിട്ടുപോകിലും ഈ ദേഹം വിട്ടുപോകിലും ഈ ഗേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും കർത്തൻ കാഹളനാദത്തിൽ ഒത്തുചേർന്നിടും നാമിനി. കർത്തൻ കാഹളനാദത്തിൽ ഒത്തുചേർന്നിടും നാമിനി. തെല്ലുമേ ഉണ്ടു പ്രത്യാശയിന്ദിനം കർത്തൻ കാഹളനാദത്തിൽ ഒത്തു
ചേർന്നിടും നാമിനി. പ്രൈസ് ദി ലോർഡ്. നാം കണ്ടിടും മറുവിലയാ തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരാദിനത്തിൽ. സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരാദിനത്തിൽ. മുറവിളിയും ദുഃഖവുമില്ല പുത്തനെരുശലേം ഭവനമതിൽ. പൊൻപുലരിയിൽ ഒത്തുചേർന്നു പൊന്നേശുവിനെ പുകഴ്ത്താം. മുറവിളിയും ദുഃഖവുമില്ല പുത്തനെരുശലേം ഭവനമതിൽ. പൊൻപുലരിയിൽ ഒത്തുചേർന്നു പൊന്നേശുവിനെ പുകഴ്ത്താം. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരാദിനത്തിൽ. ലോകെ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോ. ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടും അതിശയമാ. ലോകെ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോ. ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടും അതിശയമാ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരാദിനത്തിൽ. സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരാദിനത്തിൽ. Praise the Lord. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. ഇന്നിവിടെ നാം ദൈവത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച പ്രകാരം ഈ ശുശ്രൂഷകളെയൊക്കെയും കർത്താവ് അനുഗ്രഹമായി നടത്തുവാനിടയാക്കി അതിന് നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് തന്റെ ദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തി അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മകൾ നമുക്ക് അയവിറക്കുവാനിടയാക്കി. പ്രിയ കർത്താവിന്റെ ദാസന്റെ ഈ സഹസംസ്കാര ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ഇവിടെയുള്ള ശുശ്രൂഷകളുടെ പ്രാർത്ഥിച്ച് നാം അവസാനിപ്പിക്കാൻ പോവുകയാണ്. എത്രത്തോളം നമ്മെ സമാധാനമായി നമ്മുടെ ദൈവം നമ്മെ ആയിരിപ്പാൻ്റെ ഇടയാക്കി നല്ല കാലാവസ്ഥ നൽകി തന്നു. അതോർത്ത് ദിവസത്തിൽ നന്ദി കരയേറ്റുകയും ഈ ശുശ്രൂഷയോടെ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവസഭയുടെ ഹൃദയം പകർന്നു പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന കർത്താവാം നല്ല ദൈവമേ, ഞങ്ങളവിടുത്തെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രിയ സഹോദരൻ പ്രിയ സാബുവിൻ്റെ കർത്താവ് ഈ ലോകത്തിലെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുവാൻ അങ്ങയുടെ സമയമായപ്പോൾ ഇടയാക്കി കർത്താവേ, അങ്ങയിൽ വെച്ചിരുന്ന പ്രത്യാശയെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുവാനിടയായി തീർന്നു. അങ്ങയുടെ നാമത്തെ സ്നേഹിച്ചുകൊണ്ട് കർത്താവേ, ദൈവജനത്തെ സ്നേഹിപ്പാൻ്റെ കൊണം, തൻ്റെ കുടുംബത്തെ സ്നേഹിപ്പാൻ്റെ കൊണം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം കർത്താവേ ഈ ഹ്രസ്വകാലം കൊണ്ട് ജീവിപ്പാൻ്റെ ഇടയാക്കി. ദൈവത്തിൻ്റെ ദാസനാകുന്ന മോശ പറയുന്ന പ്രകാരം നിങ്ങളുടെ ആയുസ് 70 സംവത്സരം
ഏറിയാൽ 80 സംവത്സരമെന്ന് അതിൻ്റെ പ്രതാപവും ദുഃഖവും പ്രയാസമേറിയത് പറയുമ്പോൾ ആ 80 70 ഒന്നും ആകുവാൻ തക്കവണ്ണയായി തീർന്നില്ല എങ്കിലും 80 കൊണ്ടോ 70 കൊണ്ടോ ചെയ്തു തീർക്കുവാൻ കഴിയുന്നതിനേക്കാളപ്പുറമായിട്ട് ചെയ്യുവാൻ്റെ ഗുണം ഞങ്ങളുടെ ഈ പ്രിയ കർത്താവിന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് കാലം തന്നെ കുറിച്ച് കേട്ടതായ ഓർമ്മകൾ കർത്താവേ എൻ്റെ ജീവിതത്തിൽ പ്രത്യാശ പകരുന്നതായി തീരുവാൻ സഹായിക്കണമേ. ശുശ്രൂഷകളെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനേക കർത്തദാസന്മാർക്ക് കടന്നു വന്ന് കർത്താവ് ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ്റെ കൊണ്ണം തങ്ങളുടെ പ്രത്യാശ അറിയിപ്പാൻ്റെ കൊണ്ടിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആദ്യം കർത്താവ് രാവിലെ മുതൽ കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമായി നൽകി തന്നതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവ്, തുടർന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് കർത്താവ് ഈ ശവസംസ്കാര ശുശ്രൂഷയ്ക്കായിട്ട് സെമിത്തേരിയിലേക്ക് ഞങ്ങൾ പോകുന്നു. കർത്താവിൻ്റെ സാന്നിധ്യങ്ങളോട് കൂടെ ഇരിക്കണം പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും പിതാവിനെയും എല്ലാവരെയും അവിടുന്ന് സമാശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദിവ്യ സമാധാനത്താൽ കർത്താവിനെ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഭാവി പ്രത്യാശയാൽ നിറയ്ക്കുകയും തുടർന്ന് കർത്താവെ അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും അവരെ താങ്ങുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ കർത്താവ് ഇവിടുന്ന് സഹായിച്ചതിനാൽ സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ്റെ കർത്താവ് ഞങ്ങളുടെ പ്രിയദാസനെയും അവിടുന്ന് ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സമസ്തോടത്തെ കരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മക്കാവിലും സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യമായ സമാധാനവും നമ്മോടും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ.